നടക്കുന്നതിനിടെ പുറത്ത് മറ്റു ചില അതിക്രമങ്ങളും അരങ്ങേറി. ഉപരോധത്തിനിടയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ വലിയ കല്ലുകൊണ്ട് ആക്രമിക്കാൻ സമരക്കാരിൽ ചിലർ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞു. അതോടെ സംഘർഷമായി. പ്രകോപിതരായ പ്രവർത്തകർ വനിതാ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസുകാരെ ആക്രമിച്ചു. വാഹനങ്ങൾക്കു നേരെയും ആക്രമണമുണ്ടായി. സമീപത്തെ കടയിൽ നിന്ന് സോഡാ കുപ്പികളെടുത്ത പോലീസിന് നേരെ എറിഞ്ഞു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേറ്റു. തലയിൽ അത് കൊല്ലത്താണ്. കൊല്ലം കൊട്ടാരക്കര അറിയാലോ, അത്യാവശ്യം പേര് കേട്ട സ്ഥലമാണ് കൊല്ലം കൊട്ടാരക്കര. ഓക്കെ, ഇവിടെ പോയിട്ട് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ്, അവരെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അവർ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ട്രാൻസ്ജെൻഡേഴ്സ് കേരളത്തിലുള്ള കൊല്ലം കൊട്ടാരക്കര ഭാഗത്തുള്ള, അതായത് കൊല്ലം ഭാഗത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം ഒരു ഗ്രൂപ്പായി സംഘടിപ്പിച്ച് ആ ഗ്രൂപ്പായി വന്ന് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം, റോഡ് സമരം എന്ന് പറയാം. അപ്പം ഈ സമരത്തിൽ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം തടസ്സപ്പെടുത്തി. ഗതാഗതം, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ള ആവശ്യത്തിന് എമർജൻസിയായി പോകുന്ന ആൾക്കാരുണ്ട്, രോഗികൾ കാണും, പല ആൾക്കാർ കാണും ഇല്ലേ. ഇഷ്ടം പോലെ പല രീതിയിലുള്ള ജനങ്ങൾ രാവിലെ ഇറങ്ങും, ഓഫീസിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, പല ആവശ്യത്തിന് ഇറങ്ങും. ഓക്കെ, ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ സമരമാണ് ചെയ്തിരിക്കുന്നത്. 2021 എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന് കള്ളക്കേസാണ് എന്നൊക്കെ പറഞ്ഞ് 7 പേരെ അകത്തിട്ടു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് പ്രതിഷേധിച്ച് ഇവർ സമരത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സമരം 2 ദിവസം മുമ്പ് നടന്ന സംഭവമായിട്ടത്. അപ്പോൾ ഈ സമരത്തിൽ ഇവർ ഇത് മൊത്തം തടസ്സപ്പെടുത്തി. പോലീസ് വന്നു, പോലീസിൻ്റെ നേരെ ആക്രമണം. ഒരുപാട് പോലീസുകാരെ ഉപദ്രവിച്ചു, അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ചിലപ്പോൾ ഇവർ വാദിക്കും ഞങ്ങൾ അത് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ട്. പിന്നെ ഇവരുടെ ആചാരമുണ്ട്, വസ്ത്രം ഉരിഞ്ഞു കാണിക്കുക, നഗ്നമായി കാണിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ റോഡിലൂടെ കുട്ടികൾ പോകുന്നുണ്ട്, സ്ത്രീകൾ പോകുന്നുണ്ട്, പല ടൈപ്പ് ആളുകൾ, വൃദ്ധരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും ഇല്ലേ. ഇതിന് മുന്നിൽ ഇവർ നഗ്നമായിട്ട് പോലീസിന് നേരെ കാണിച്ചു, ജനങ്ങൾക്ക് നേരെ കാണിച്ചു അല്ലേ. ഇങ്ങനെ കുറേ, മാത്രമല്ല ഇവർ കാണിക്കുന്നൊന്ന് കാണണം, പല രീതിയിലാണ് ഇവർ ആ റോട്ടിൽ കടന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവരെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ പോലും എനിക്കൊരു പോയിൻ്റ് ഇല്ല. ആ വീഡിയോ, ഈ വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ, എവിടെയെങ്കിലും എന്തെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനില്ല. കമ്മ്യൂണിറ്റിയാണ്, ഒക്കെ ശരിയാണ്, പക്ഷേ കണ്ട് കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന കാര്യം ഉറപ്പാണ്, പ്രതികരിച്ചിരിക്കും. ഇമ്മാതിരി തോന്നിയാസം കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചിരിക്കും. അതാണ്, റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പറയിപ്പിക്കാനല്ലേ? അല്ലേ? അതെ, അത് തന്നെയാണ്. ബാക്കി മാന്യമായി ജീവിക്കുന്ന, അന്തസ്സായി പണിയെടുത്ത് ജീവിക്കുന്ന, മറ്റേ പരിപാടിക്ക് പോകാതെ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരേ ഒരു പരിപാടിയാണ് ഈ കണ്ട ട്രാൻസ്ജെൻഡേഴ്സ് പോയിട്ട് കൊട്ടാരക്കര പോയി തുള്ളിയ സംഭവം. അങ്ങാടി കടന്നാണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി, ആളുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, ഒറ്റ സംഭവമല്ലേ അല്ലേ? അതന്നെയാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിന് ഇവർക്ക് പോലീസ് കൊടുത്ത് പോരാന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുപ്പ് പോരാ, നല്ല കൊടുക്കണം. ഇമാതിരി ചെറ്റ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കണം, സത്യമായിട്ട്. കാരണം എന്താ പറയുക, ഇവർക്കൊരു വിചാരമുണ്ട്. നിയമം, സുപ്രീം കോടതി നിയമം നമുക്ക് സപ്പോർട്ടാണ്, കേരള ഗവൺമെൻറ് സപ്പോർട്ടാണ്. അതുകൊണ്ട് എന്ത് തോന്നിയാസമാണെങ്കിലും കേരളത്തിൽ കാട്ടിക്കൂട്ടാമെന്നൊരു ഒറ്റ വിചാരം ഉള്ളതുകൊണ്ടാണ് ഈ മാതിരി റോട്ടിൽ ഇറങ്ങാണ്ട് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കേണ്ടതൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ കൊടുക്കണം, എല്ലാത്തിനും നല്ല പോലെ കൊടുത്ത് മൂലക്കിടണം. എന്തപ്പോൾ ഇത് കഥ? ന്യായമായ സംഭവത്തിന് കൂടെ നിൽക്കും, ന്യായമായതിന് മാത്രം. ഇമ്മാതിരി റോട്ടിൽ നഗ്നത കാണിച്ച് മറ്റുള്ള ആൾക്കാർക്ക്, കുട്ടികൾ, മുതിർന്ന ആൾക്കാർ, വൃദ്ധർ, സ്ത്രീകൾ, പല ആൾക്കാരും ഉണ്ട്. ഇവരെ മുന്നിലാണ് ഇവർ തുണി ഒഴിഞ്ഞ് കാണിക്കുന്നത്. ഇവരുടെ സ്ഥിരം പരിപാടിയാണിത്, ഇവരുടെ സ്ഥിരം പരിപാടി. ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞ് വാദിക്കുന്നത്? ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞ് ചുരിദാറിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? സ്ത്രീയുടെ സ്വഭാവം കാണിക്കണ്ടേ നിങ്ങൾ? ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീയുടെ സ്വഭാവം, സ്ത്രീ ഇങ്ങനെയാണോ ചെയ്യുന്നത്? റോട്ടിൽ നഗ്നമായിട്ടാണ് നടക്കുന്നത്? വൃത്തികെട്ട സ്വഭാവമല്ലേ ഇതൊക്കെ? എന്താണ് പറയേണ്ടത്?
ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന റൈറ്റ് അല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അങ്ങനെ റൈറ്റ് ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് കാണുന്ന ഓരോ ട്രാൻസ്ജെൻഡറും മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ സ്വത്വത്തിൽ നിങ്ങൾക്ക് സ്ത്രൈണതയുണ്ട്, സ്ത്രീത്വമുണ്ട്. അതിനെ നിങ്ങൾ ബഹുമാനിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ബഹുമാനിക്കണം. അല്ലാതെ ഇമ്മാതിരി വൃത്തിയായിട്ട പരിപാടിക്ക് നിൽക്കല്ല വേണ്ടി. നിങ്ങൾക്ക് സമരം ചെയ്യാം, അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷെ മാന്യമായ രീതിയിൽ സമരം ചെയ്യണം. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടോ അല്ല സമരം ചെയ്യേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു സമരമുണ്ടോ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്തൊരു സമരം ഒന്ന് നേടിയെടുക്കാൻ അങ്ങനെ ചെയ്യല്ല വേണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോ ക്ലിപ്പ് കണ്ട ഏതൊരു വ്യക്തിയും നിങ്ങളെ ആക്ഷേപിക്കല്ലേ ചെയ്യുക? അല്ലേ? നിങ്ങളെ ഒരു പോയിന്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും, LGBTIQ ആൾക്കാർ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൾക്കാർ. പക്ഷെ ആ കൂട്ടത്തിൽ എല്ലാവരും പെടുത്തരുത് കേട്ടോ. ഒരു പോയിന്റിന് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും ഇറക്കി വിടുന്ന ഞാൻ പറയുന്നത്. അവരെ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റി എതിർക്കാനുള്ള ഒറ്റ കാരണം അറിയും? ഇമ്മാതിരി കുറച്ച് ഹിജഡ ടൈപ്പ് ആൾക്കാരുണ്ട്. ഇവരെ വിചാരം ഇവർ വലിയ എന്തോ സംഭവമാണെന്നാ. മറ്റേ കയ്യടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ കയ്യടിയൊക്കെ മഹാബോർഡ് പരിപാടിയാണിത്. ചോദിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. മാന്യമായി ജീവിച്ച് കാണിച്ചു കൊടുത്ത് അന്തസ്സോടുകൂടി കാണിക്കുന്നതാണ് അന്തസ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറ്റത്തര ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, തോന്നിയാസമേ പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു കമ്മ്യൂണിറ്റിയാണെങ്കിൽ അവനൊക്കെ അടിച്ച് ശരിയാക്കണം ഞാൻ പറയുള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, LGBTIQ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് കോടതി മുഖേന പറയാ. ലീഗൽ എന്തിനാണ് പിന്നെ? ലീഗൽ ടേംസ് എന്തിനാണ് ഇവിടെ? ലോ എന്തിനാണ്? കോടതി എന്തിനാണ്? ഇവർ റോഡിൽ ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങണോ വേണ്ടത്? അത് കണ്ടപ്പോൾ വലിച്ച് കീറാൻ തോന്നി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ. ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് പേര്, ഞാൻ കണ്ട് പരിചയമുള്ള ഒന്ന് രണ്ട് പേരുണ്ട് അതിൽ. അതൊക്കെ വലിയ ആളായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് അവകാശങ്ങളെ കുറിച്ചൊക്കെ. എന്താ അവകാശമാണുള്ളത്? ഇതൊക്കെയാണ് അവകാശം. പോയി ചാവാനേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ പോയി ചത്തൂടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ? ആൾക്ക് ദ്രോഹം ചെയ്യുക. എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇവിടെ മാന്യമായിട്ട് ജോലി ചെയ്ത് അന്തസ്സോടു കൂടി കുടുംബം പോറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പേര് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി നേടിയ ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഇല്ലേ? ഇവരൊക്കെ പഠിപ്പിക്കാനായിട്ടല്ല ഈ മായി ജന്മങ്ങളുള്ളത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത്? മൊത്തം എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത്? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീമുണ്ടല്ലോ, ഇവർക്ക് അതില്ല എന്നിട്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഏറ്റവും കൂടുതൽ ഈ മാതിരി പരിപാടി എടുത്തിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിച്ച് അതുപോലെ തന്നെ പൈസ പിരിഞ്ഞ് അതുപോലെ തന്നെ ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വേറെ ഉണ്ടാവില്ല. ഇവരെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഇവർക്ക് സോഷ്യൽ മീഡിയക്ക് ഇവരെയാണ് ആവശ്യം. എന്താ കാണിക്കാൻ? പ്രഹസനം കാണിക്കാൻ ഇവരെയാണ് ആവശ്യം. മാന്യമായി ജീവിക്കുന്ന ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വിളിച്ച് കണ്ടിക്കണം? ഒരു ട്രാൻസ്ജെൻഡറിനെ ഞാൻ കണ്ടില്ല. എല്ലാം അനാവശ്യമായിട്ട് കാണിച്ചു കൂട്ടണം, തോന്നിയസം കാണിച്ചു കൂട്ടണം, മറ്റുള്ളവരെ ഉപദ്രവിക്കണം, അതുപോലെ തന്നെ പ്രഹസനം കാണിക്കണമെന്ന് മാത്രമല്ല ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. അതാണ് ആവശ്യമുള്ളൂ, അതേ പറയുള്ളൂ. അതാണ് ആവശ്യമുള്ളൂ, അല്ലാത്തതിനൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക എന്തുകൊണ്ടാണ് ഈ LGBTIQ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ എടുത്തു കളയാൻ കാരണം? എന്താ? ആണ് പെണ്ണ് മാത്രം മതി എന്ന് അവർ പറയണത്. എന്താ കാരണം? ഇതുപോലത്തെ ആളുകൾ റോട്ടിൽ കടന്ന് കാണിച്ചു കൊടുത്ത തോന്നിയാസം തന്നെയാണ്. ആൾക്കാർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെ. ഞാനിതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റൊന്നും ഇവിടെ ഭൂമിയിലാക്കി കൊടുത്തിട്ടില്ല. നമ്മളെ സ്വത്വത്തിന് മാത്രം, നമ്മൾ ഐഡൻറ്റിറ്റിക്ക് മാത്രം ഇന്നൊരു വിഷയം വന്നു ജന്മന അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം എന്ന് വെച്ചിട്ട് ഇവിടെ എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? എനിക്കതാ ചോദിക്കാനുള്ളത്. അങ്ങനെ അവകാശമുണ്ടോ? എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കാണിക്കാം എന്നുള്ള അവകാശമുണ്ടോ? തുണി അയച്ച് റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ പോലീസ് പൊക്കും അടിച്ച് പൂശനെ ചെയ്യും. അതുപോലെ തോന്നിയ ദിവസം പറഞ്ഞാൽ പോലീസ് പൊക്കും അടിച്ച് പൂശൻ ചെയ്യും. ഇതേ പറയാനുള്ളൂ. ഒരു ട്രാൻസ് വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയായിട്ട് തന്നെ ജീവിക്കണം. ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ഇത് ജീവിക്കണം, അന്തസ്സായി ജീവിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം. അതാണ് അന്തസ്സ് എന്ന് പറയുന്നത്. അഭിമാനം. നിങ്ങളെ ഈ കാട്ടിക്കൂട്ടൽ എത്ര പേർക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ട്, എത്ര പേർക്ക് ദോഷമായിട്ട് വരും നിങ്ങളാ ഈ അവകാശത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ എന്താ അവകാശം? അത് ഇതാണ് അവകാശം വാങ്ങിക്കൽ? ഇങ്ങനെയാണ് അവകാശം മേടിക്കൽ? ഇതൊന്നും അവകാശം മേടിക്കലല്ല. ഇതൊക്കെ കാണുമ്പോൾ അംഗീകരിക്കുന്ന ആൾക്കാർ കൂടി അംഗീകരിക്കാതാവും. നമ്മളോട് പറയും, ഇതൊക്കെ നിങ്ങളെ ആൾക്കാരല്ലേ. ആരാൾക്കാർ? നിങ്ങളാൾക്കാർ. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം, ഈ അമേരിക്ക കാണിച്ച പോലെ നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എവിടെ പോയിട്ട് വിളിക്കും? പണ്ട് ഇതേപോലെ അല്ലായിരുന്നോ?
2014 മുമ്പ് നിങ്ങൾ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഓടിക്കണം എന്നാണ് പറയുന്നത്. അടിച്ച് ഓടിക്കണമെന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ സാരി എടുത്ത് ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഓടിക്കണം എന്നാണ് പറയുന്നത്. ആ നിയമം മാറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കഷ്ടപ്പെട്ട് കോടതി കയറി ഇറങ്ങി പല രീതിയിലുള്ള ഇത് സഹിച്ചിട്ടാണ് വാങ്ങിയെടുത്തിട്ടുള്ളത്. അത് ഇതുപോലത്തെ ചെറ്റകൾ നശിപ്പിക്കാനുള്ളതല്ല. ഇവിടെ കുറേ ഗവൺമെൻറ്റിൻ്റെ റൂൾ ഉണ്ട് വിചാരിച്ചാണ്ട് സപ്പോർട്ട് ഉണ്ട് വിചാരിച്ചാണ്ട് എന്തു കാണിക്കാമെന്ന് വിചാരിച്ചിരുത്. ചെറ്റത്തരേ ചെറ്റത്തരന്നേ പറയുള്ളൂ. എന്താണ് ആൾക്കാരെന്താ ഒന്നും മിണ്ടാത്ത? കമ്മ്യൂണിറ്റി മിണ്ടൂല. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റിനെ കൺമുന്നിൽ വെച്ച് തല്ലിക്കൊന്നാൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മിണ്ടൂല. കാരണം എന്താ? കമ്മ്യൂണിറ്റി, നമ്മളെ കമ്മ്യൂണിറ്റി നടക്കുകയാണ്. എത്ര ആൾക്കാർ തൂങ്ങിച്ചത്തു, എത്ര ആൾക്കാർ. അതിന് കാരണം തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. പല ആൾക്കാരുണ്ട് മിണ്ടൂല, ഒരു അക്ഷരം മിണ്ടൂല. എന്താ കാര്യം? മിണ്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ് ഒറ്റപ്പെടുത്തും, ജീവിക്കാൻ സമ്മതിക്കൂല. അതാണ് കാരണം. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും. നമ്മൾ കമ്മ്യൂണിറ്റിയാണ്, ഒറ്റക്കെട്ടായി ജീവിക്കണം. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ നമ്മൾ ആരും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ട്രാൻസ്ജെൻഡർ ആണ് ശരി, സമ്മതിച്ചു. നിങ്ങൾ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിഷയമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പെണ്ണായിട്ട് ജീവിക്കാൻ ആണായി ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങൾ സ്വത്ത് നിങ്ങൾക്ക് ജീവിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഇന്ത്യ നിയമത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലോ ഉണ്ട്, അതിനെതിരായിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ അവകാശമുണ്ട്, മറ്റേണ്ട് മറിച്ചുണ്ട് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഒരേ അവകാശമാണ് കേട്ടോ. ആ നഗ്നമായി പ്രതീക്ഷിച്ച അവളൊക്കെ ഉണ്ടല്ലോ, അവളോ വട്ടവർ പിടിച്ച് പൂശണം. ഞാൻ അതേ പറയുള്ളൂ, പിടിച്ച് പൂശണം. എന്ത് പണി കാണിക്കുന്നത് റോട്ട് കിടന്നാണ്ട്? നിങ്ങൾക്കും വീട്ടിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നൊരു വീട്ടിൽ നിന്നല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്നൊക്കെ വലിയ വർത്താനം വേണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, അവിടെ ഇല്ലേ മക്കളൊക്കെ? ഓല മുന്നിൽ നിങ്ങൾ എങ്ങനെയാണ് നടക്കൽ? മക്കളെയും അമ്മമാരെയും ചേച്ചിമാരും മുന്നിലൊക്കെ നിങ്ങൾ ഡ്രസ്സ് അയച്ചാണ് നടക്കൽ? ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടലാണ്? നിങ്ങൾ പറയുന്നു ഞങ്ങൾ സ്വത്തത്തിലാണ്, മറ്റാണ് മറിച്ച്, ഞങ്ങൾ സ്വത്ത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്, ഇറക്കി വിട്ടതാണെന്നൊക്കെ നിങ്ങൾ വലിയ വർത്തമാനം പറയണ്ടല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലും ഇല്ലേ ചെറിയ മക്കൾ, വല്യപ്പ, അതുപോലെ തന്നെ അച്ഛനമ്മ, അതുപോലെ അയൽവാസികൾ, കുടുംബക്കാരൊക്കെ ഇല്ലേ? ഓല മുന്നിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തുണി അയച്ചിട്ട് നടക്കൽ ആണോ? ഉത്തരം പറയണം നിങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സ് കാണുന്ന ആൾക്കാർ ഉത്തരം പറഞ്ഞു തന്നെ ഇതിനൊക്കെ. എല്ലാവർക്കും കൂടെ ഒരു നിയമമേ ഉള്ളൂ. എനിക്കായിട്ട് വേറെ സെപ്പറേറ്റ് നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഉണ്ടാക്കില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റി ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പോയി ചാവി, അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവേണ്ടല്ലോ കുറയണം. അങ്ങനെ പോയി ചത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആർക്കും മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമേ ഈ ഇന്ത്യയിൽ ജീവിച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾക്കായിട്ട് എന്തും കാണിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇടങ്ങേറാവുകയാണ്, ശപിക്കുകയാണ് ചെയ്യണത് ആൾക്കാർ. നിങ്ങളെ ഒരു 2021 ഒരു കോപ്പുണ്ട് പറഞ്ഞുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മാന്യമായിട്ടല്ലേ അത് ചെയ്യേണ്ടത് അല്ലേ? മാന്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, പരാതി കൊടുക്കുക, ഇങ്ങനെ വിഷയമുണ്ട്, അല്ലെങ്കിൽ കോടതി പോവുക. പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, സംഭവം ശരി, ചില പോലീസുകാർ അഗെയിൻസ്റ്റ് ആയിരിക്കാം, പക്ഷേ കോടതി പോയിക്കൂടെ? കോടതി പോയിട്ട് അതിനനുസരിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് റൈറ്റ്സ് ഉള്ളതാണല്ലോ. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡറിന് തന്നെ കുറേ അഡ്വക്കേറ്റുമാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ റൈറ്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട് കോടതി പോയിട്ട് ഇതുവരെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ലെന്ന് എൻ്റെ. എല്ലാ നിയമവും ട്രാൻസ്ജെൻഡേഴ്സിന് സപ്പോർട്ട് ചെയ്തിട്ട് കോടതി പോയ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പം അടുത്ത സഹദ് സിയ പോലും, അവർക്ക് പോലും ആണ് പെണ്ണ്, അതായത് സഹദിന് പെണ്ണെന്നും സിയ ആണെന്നും പറഞ്ഞിട്ടായിരുന്നു ആദ്യം അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലും തിരുത്തി പേരൻസ് എന്ന് പോലും ആക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ വരുന്നുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ റോട്ടിൽ കിടന്നിട്ട് എത്രയും ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ട് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ? അതുകൊണ്ടൊരു ഗുണം എന്താ? നിങ്ങൾക്കിപ്പോൾ എന്ത് ഗുണം അതുകൊണ്ട് കിട്ടിയത്? കുറേ ആൾക്കാർക്ക് ഉള്ളതും കൂടി ഇല്ലാതായി എന്നല്ലേ ഉള്ളൂ. കുറേ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടായി. നിങ്ങളെ കുറച്ചെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരും കൂടി ഇല്ലാതാക്കി അല്ലേ? ഇതൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്ന സംഭവം. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പറയണ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞിരിക്കും. ആരെങ്കിലും ഉണ്ട്? ഒരു മനുഷ്യനൊന്ന് പറഞ്ഞിരിക്കും നിങ്ങളെക്കുറിച്ച് നല്ല പറയണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരാൾക്കെങ്കിലും ഉപദ്രവം ഇല്ലാതെ ജീവിക്കാൻ നോക്കുക. നിങ്ങളെ കൊണ്ട് ഉപകാരം വേണ്ട, ഉപദ്രവിക്കരുത്. വേറെ എനിക്കതേ പറയുള്ളൂ. ഈ കൂടുതലൊന്നും വിഷയം സംസാരിക്കാമല്ല. ആ വീഡിയോ കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി.